ഗുജറാത്തിനും ഉത്തരാഖണ്ഡിനും ശേഷം അസമിലും ഏകീകൃത സിവിൽ കോഡ് വരുന്നു പോലും. അടുത്ത അസംബ്ലി കൂടുമ്പോൾ ആ ബില്ല് അവതരിപ്പിക്കും, പാസ്സാക്കും എന്നൊക്കെ പറയുന്നു. ഇപ്പോഴും വ്യക്തമാകാത്ത ഒരു കാര്യമാണ് ഏകീകൃത സിവിൽ കോഡ്. ഏകീകൃത സിവിൽ കോഡ് എന്ന് കേൾക്കുമ്പോൾ ഈ കുരിശ് കണ്ട ചെകുത്താനെ പോലെ മുസ്ലിം സമുദായം തുള്ളാറുണ്ട്. ഇതിൻ്റെ ആവശ്യം എന്താണ് എന്നെനിക്ക് മനസ്സിലായിട്ടില്ല. ലളിതമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഏകീകൃത സിവിൽ കോഡ് നമുക്കൊരെണ്ണം ഉണ്ട്. അതാണ് സിവിൽ പ്രൊസീജിയർ കോഡ്, CPC എന്ന് പറയും. നമ്മുടെ അതിര് തർക്കം, വേലിത്തർക്കം, ഇതുപോലത്തെ വഴക്കുകളൊക്കെ തീർക്കുന്ന അതിൻ്റെ പ്രൊസീജിയറാണ് സിവിൽ പ്രൊസീജിയർ കോഡ്. ഇത് ഏകീകൃതമാണ് ഇപ്പോൾ തന്നെ. പിന്നെ എന്താ ഏകീകരിക്കാൻ ബാക്കി കിടക്കുന്നത്? അത് കുടുംബ നിയമങ്ങളാണ്, വ്യക്തി നിയമങ്ങളാണ്. പേഴ്സണൽ ലോ എന്നറിയപ്പെടുന്ന വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, ദത്തവകാശം, ഈ 4 കാര്യങ്ങൾ ഏകീകരിക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇന്ത്യയിൽ ആദ്യം ഏകീകരിക്കപ്പെട്ടത് ഹിന്ദുക്കളുടെ കുടുംബ വ്യക്തി നിയമങ്ങളാണ്. അത് 1955-ലും 1956-ലും ഒക്കെ ആയിട്ട് 2-3 ആക്റ്റിലൂടെ അത് നിലവിൽ വന്നു. എന്നിട്ട് അതിൻ്റെ മുഴുവൻ പ്രയോജനവും ഹിന്ദു സമാജത്തിന് ലഭിച്ചോ? ഇല്ല. അതിൽ പഴുത് കണ്ടുപിടിക്കുക, ഇതുപോലെയുള്ള കാര്യങ്ങൾ കോടതി വഴിക്ക് സാധിച്ചെടുക്കുന്ന ഏർപ്പാടൊക്കെ ഉണ്ടായി. അതിൽ വീണ്ടും വീണ്ടും മോഡിഫിക്കേഷൻസ് വന്നു. 1976-ൽ വന്നു, പിന്നെ 85-ലോ മറ്റോ വന്നു. ഏറ്റവും ഒടുവിൽ 2005-ൽ പാർലമെൻറ്റ് ഹിന്ദുക്കളുടെ മാത്രം നിയമത്തിൽ ഒരു ഫൈനൽ ഭേദഗതി കൊണ്ടുവന്നു. ഈ നിയമത്തിൽ മക്കൾ എന്ന് പറഞ്ഞാൽ മകനെന്നും മകളെന്നും പെടും. അവിടെ നിർത്തിയില്ല. മകൻ എന്നുള്ളിടത്ത് മകൾ എന്നും കൂടി വായിക്കണം. കാരണം ഇത് മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺമക്കൾ മാത്രമാണെന്നൊക്കെ പറഞ്ഞ് തർക്കമുണ്ടല്ലോ. ഇത് നടത്തരുത് എന്ന് പറഞ്ഞിട്ട് ഫൈനലി 2005-ൽ ഹിന്ദുക്കളുടെ കാര്യം സെറ്റിലാക്കി. ഇതിന് കാരണം ഒരുപാട് കേസുകൾ, ഈ പഴുതന്വേഷിച്ചുള്ള കേസുകൾ നടക്കുന്നു. അത് കേന്ദ്രത്തിന് ബോധ്യം വന്നുകൊണ്ടാണ് ഇത് ചെയ്തത്. ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചത് 1986-ൽ മേരി റോയ്, നമ്മുടെ അരുന്ധതി റോയിയുടെ അമ്മ മേരി റോയ്, സ്ത്രീകൾക്കും സ്വത്തവകാശം വേണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ വരെ സമീപിച്ച് അന്ന് അവർക്ക് വിധി കിട്ടി. അങ്ങനെ സ്ത്രീകൾക്കും സ്വത്തവകാശം, ആണിനുള്ളതുപോലെ പെണ്ണിനും അച്ഛൻ്റെ സ്വത്തിൽ അവകാശമുണ്ട് എന്നുള്ള സുപ്രീം കോടതി വിധി വന്നു. ഇതേ തുടർന്ന് ക്രൈസ്തവ സമുദായം കുറേയധികം വിഷമിച്ചു, സത്യം പറയണമല്ലോ. കാരണം നേരത്തെ സ്ത്രീധനം എന്ന് പറഞ്ഞ സമ്പ്രദായം ഉണ്ടായിരുന്നു. ആ സ്ത്രീധനം കൊടുത്തുകൊണ്ടിരുന്നത് കല്യാണം കഴിപ്പിച്ചു വിട്ടാൽ പിന്നെ ഈ പെങ്കൊച്ചിനൊന്നും കൊടുക്കില്ലല്ലോ. അതുകൊണ്ട് കല്യാണത്തിൻ്റെ സമയത്ത് കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണം എന്ന് സഹോദരന്മാരും അച്ഛനുമൊക്കെ തീരുമാനിക്കും. അങ്ങനെ സ്ത്രീധന സമ്പ്രദായം, അതിന് സ്ത്രീധനം എന്ന് പേരൊന്നും വിളിക്കുകയൊന്നുമില്ല, അത് പല രീതിയിൽ അങ്ങ് കൊടുക്കും. ഇതായിരുന്നു. പലപ്പോഴും പെൺകുട്ടികൾ കണക്ക് പറഞ്ഞ് മേടിക്കുകയും ചെയ്യും. അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അപ്പൻ്റെ സ്വത്തിൽ ഒന്നും എനിക്ക് കിട്ടുകയില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് കുറഞ്ഞൊരു 100 പവനെങ്കിലും തന്നേ പറ്റുള്ളൂ എന്ന് പെൺകുട്ടികളും പറയും. ദാറ്റ് വാസ് ദ സിസ്റ്റം. തെറ്റില്ലല്ലോ അതിൽ. ഈ സിസ്റ്റത്തെയാണ് മേരി റോയ് കേസിലൂടെ സുപ്രീം കോടതി അടിയെ മറിച്ച് കളഞ്ഞത്. ഒരുപാട് വിഷമിച്ചു. പക്ഷേ അവർ മെല്ലെ അഡ്ജസ്റ്റ് ചെയ്തു. പെൺകുട്ടികൾക്കും അവകാശം കൊടുക്കാൻ തുടങ്ങി. ആ സൊസൈറ്റി ആ ഷോക്ക് അബ്സോർവ് ചെയ്തു. മുസ്ലിങ്ങളുടെ കാര്യം വന്നാൽ ഒരു നിയമവും അവർക്ക് ബാധകമല്ല. അവർക്ക് അവരുടെ മതനിയമം അനുസരിച്ചുള്ള ചട്ടങ്ങളാണ് ബാധകം. 4 കല്യാണം കഴിക്കാം. 4 കല്യാണം കഴിക്കുന്ന മുസ്ലിങ്ങൾ വളരെ വളരെ കുറവാണ്. പക്ഷേ ആ വകുപ്പ് എടുത്ത് കളയാൻ അവർ സമ്മതിക്കില്ല. പറ്റില്ല, 4 കല്യാണം കഴിക്കാനുള്ള അവകാശം എനിക്ക് വേണം. നിങ്ങൾ കല്യാണം കഴിക്കുന്നില്ലല്ലോ, നിങ്ങൾ കഴിച്ചില്ല, നിങ്ങളുടെ അച്ഛൻ കഴിച്ചില്ല, നിങ്ങളുടെ അനിയൻ ഒരു കല്യാണമേ കഴിച്ചിട്ടുള്ളൂ, നിങ്ങളൊക്കെ ഒരു കല്യാണമേ കഴിച്ചിട്ടുള്ളൂ. അതൊക്കെ ശരി, പക്ഷേ 4 കല്യാണം കഴിക്കാനുള്ള അവകാശം വേണം. തൊട്ടുപോകരുത്, ഖുറാൻ, ഹദീസ് എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുന്നു. എനിക്ക് മനസ്സിലായിട്ടില്ല എന്തിനാണ് ഈ 1-ലധികം കല്യാണം കഴിക്കാനുള്ള അവകാശം. അതൊന്ന്. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും തുല്യ അവകാശം കൊടുക്കണ്ടേ വാപ്പയുടെ സ്വത്തിൽ? അത് കൊടുക്കുന്നില്ല. ആൺകുട്ടിക്ക് 50% കൊടുക്കും. ബാക്കി അവരുടെ ബന്ധുബലമൊക്കെ നോക്കിയിട്ട് എത്ര അനിയന്മാരുണ്ട് ഒക്കെ നോക്കി ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പെൺകുട്ടിയുടെ വിഹിതം തീരുമാനിക്കുന്നത്. പലപ്പോഴും 8-ലൊന്നോ 12-ലൊന്നോ ഒക്കെ ആയിട്ട് മാറും. ഈ മരിച്ച ആളിൻ്റെ ഭാര്യയ്ക്കും അതുപോലെ തന്നെ. അതായത് സ്ത്രീകൾക്ക് ഒരു പരിഗണനയുമില്ല. തുല്യ പരിഗണന പോട്ടെ, എന്തെങ്കിലും ഒരു പരിഗണന വേണമല്ലോ, അതുപോലുമില്ല. ഉണ്ട് ഈ പറഞ്ഞ 8-ലൊന്ന് 12-ലൊന്ന് ഒക്കെ ഉണ്ട്.
ചിലർക്കൊക്കെ 1/2 കിട്ടുകയും ചെയ്യും. മക്കളുടെ എണ്ണം, സഹോദരന്മാരുടെ എണ്ണം, ഇതൊക്കെ നോക്കിയിട്ട് വിചിത്രമായ ഒരു ഏർപ്പാടാണത്. അത് മുഹമ്മദൻ ലോ എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ പറയുന്ന ഖുറാനോ ഹദീസോ ഒന്നുമല്ല. മുഹമ്മദൻ ലോ എന്ന് പറഞ്ഞിട്ട് ഒരു പാഴ്സി തയ്യാറാക്കിയ നിയമത്തിൻ്റെ ബുക്കുണ്ട്. ആ ബുക്ക് വെച്ചിട്ടാണ് സുന്നികളുടെ ഈ പിന്തുടർച്ചാവകാശം, വിവാഹം, അത് ഇതൊക്കെ തീരുമാനിക്കുന്നത്. ദത്തവകാശം ഇസ്ലാമിലില്ല. അപ്പോൾ മുസ്ലിങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ അഡ്വക്കേറ്റ് ഷുക്കൂർ പരസ്യമായിട്ട് പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ കല്യാണം അദ്ദേഹം വീണ്ടും രജിസ്റ്റർ ചെയ്തു. എന്തിന്? പണ്ട് പള്ളിയിൽ റെക്കോർഡുണ്ടായി കല്യാണം കഴിച്ച ആളാണ്, പിള്ളേരുമുണ്ട്, പക്ഷേ ഉള്ളവർ പെൺകുട്ടികളാണ്. അപ്പോൾ അവർക്ക് സ്വത്ത് കിട്ടുകയില്ല. ഒരച്ഛന് താങ്ങാൻ പറ്റുമോ അത്? എൻ്റെ പിള്ളേർക്ക് ഞാൻ കൊടുത്തില്ല പിന്നെ ആര് കൊടുക്കും എന്നുള്ളൊരു ചിന്ത ഏതൊരച്ഛനും വരുമല്ലോ. ഷുക്കൂർ വക്കീലിനും ഇതുണ്ടായി. അദ്ദേഹം വീണ്ടും പോയി കല്യാണം രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെ? സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അദ്ദേഹം ജനറൽ കാറ്റഗറിയിൽ വന്നു. ജനറൽ കാറ്റഗറിയിൽ വന്നു കഴിഞ്ഞാൽ മക്കൾക്ക് സ്വത്ത് കൊടുക്കാം. മുസ്ലിം കാറ്റഗറിയിൽ നിൽക്കുകയാണെങ്കിൽ മക്കൾക്ക് സ്വത്ത് കൊടുക്കാൻ പറ്റില്ല. ഈ ബുദ്ധിമുട്ടിൽ ഒരാളെ കൊണ്ടുപോയി എത്തിക്കാമോ? ഇങ്ങനെ രഹസ്യമായിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്ത് ധാരാളം പേരുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ജഡ്ജിമാർ വരെയുണ്ട്. ആ സമുദായം ഈ കഷ്ടത അനുഭവിക്കുന്നു. പക്ഷേ ഈ സമുദായത്തിൻ്റെ നേതാക്കളായിട്ട് അഭിനയിക്കുന്ന തലക്കെട്ടുകാരും താടി വെച്ച് ആൾക്കാരും ഒക്കെ ചേർന്നിട്ട് പറ്റില്ല, പെണ്ണിന് തുല്യാവകാശം കൊടുക്കാൻ പറ്റില്ല, ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റും. എത്ര കാലം ഇതിങ്ങനെ കൊണ്ടു നടക്കും? ഇനി ഇവർക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ഹിന്ദുക്കൾക്കുമുണ്ട് ഈ പ്രശ്നം. ഏകീകൃത സിവിൽ കോഡൊന്നും പാടില്ല. ഏകീകൃത സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളിലൊന്നും ഏകീകൃത സിവിൽ കോഡ് കയറുന്നില്ല. ആകെ ഇതേ ഉള്ളൂ: വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, ദത്തവകാശം. ഈ 4 കാര്യങ്ങൾ എല്ലാ സമുദായത്തിനും തുല്യമാക്കുന്നു. ബാക്കി വിവാഹത്തിൻ്റെ ഏടാകൂടങ്ങൾ വേറെയുണ്ട്. ഇപ്പോൾ കേരളത്തിൽ അമ്മാവൻ്റെ മകളെ കല്യാണം കഴിക്കാം എല്ലാ കമ്മ്യൂണിറ്റിയിലും. പക്ഷേ ചിറ്റമ്മയുടെ മകളെ, അതായത് സഹോദരൻ്റെ മകളെ കല്യാണം കഴിക്കാം, സഹോദരിയുടെ മകളെ കല്യാണം കഴിക്കാൻ പറ്റില്ല. എന്നാൽ സഹോദരിയുടെ മകളെ കല്യാണം കഴിക്കുന്നവരില്ലേ? ഉണ്ട്. തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ അച്ഛൻ്റെ അനിയനെ കല്യാണം ചിറ്റപ്പനെ കല്യാണം കഴിക്കുന്ന സമുദായങ്ങളുണ്ട്, അമ്മാവനെ കല്യാണം കഴിക്കുന്ന സമുദായങ്ങളുണ്ട്. ഈ രീതിയിൽ പലവിധ ബന്ധങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നു. ഇന്ത്യയിൽ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലും ഇതുപോലത്തേക്കുള്ള ഏർപ്പാടുണ്ട്. കാരണം നിങ്ങൾ നോക്കൂ, പ്രകൃതി ഒരു കല്യാണത്തെയും തടഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ പരിഷ്കൃത സമൂഹം അമ്മയെയോ സഹോദരിയെയോ കല്യാണം കഴിക്കാറില്ല. പക്ഷേ പ്രകൃതി നിയമം നോക്കൂ, പ്രകൃതി നിയമത്തിൽ അത് പെർമിറ്റഡാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സമൂഹം പറയാണ്, എന്താ അമ്മയെ കല്യാണം കഴിച്ചാൽ? അച്ഛൻ മരിച്ചുപോയി, ഇപ്പം ഞാനാണ് അമ്മയുടെ ഭർത്താവ് എന്നൊരു മകൻ പറഞ്ഞാൽ എന്തു ചെയ്യും? പ്രകൃതി വിലക്കിയിട്ടുമില്ല. ഇപ്പം ഇത് സമൂഹം പിന്നീട് ഉരുത്തിരിഞ്ഞ് വന്നപ്പോൾ കൊണ്ടുവന്ന ചില ചിട്ടകളും ചട്ടങ്ങളുമാണ്. അതുകൊണ്ട് അതിൽ കുറച്ച് വ്യതിയാനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അനുവദനീയമല്ലാത്ത കല്യാണങ്ങൾ എന്നൊരു ലിസ്റ്റ് ഓരോ സമൂഹത്തിനും ഉണ്ടാകും. അത് നിലനിൽക്കട്ടെ, അതിൽ തൊടാതിരുന്നാൽ മതിയല്ലോ. ബാക്കി ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് ബേസിക്കലി ദത്തെടുക്കാനുള്ള അവകാശം, മക്കളില്ലാത്തവർക്ക് ദത്തെടുക്കാൻ ഒരു കുട്ടിയെ എടുത്ത് വളർത്താനുള്ള അവകാശം കൊടുക്കണ്ടേ? മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് അത് നിഷേധിക്കുന്നത് ശരിയാണോ? മകൾക്കും മകനും അച്ഛൻ്റെ സ്വത്തിൽ തുല്യാവകാശം കൊടുക്കണ്ടേ? മുസ്ലിമാണെന്ന് പറഞ്ഞ് അത് കൊടുക്കാതിരിക്കുന്നത് ശരിയാണോ? ഈ 4 കല്യാണം പുരുഷന് കഴിക്കാം, പക്ഷേ പെണ്ണൊന്നേ കഴിക്കാവുള്ളൂ എന്നുള്ളത് ശരിയാണോ? ഇനി പെണ്ണിനെ കല്യാണം കഴിക്കുന്നില്ല, അവളെ മൊഴി ചൊല്ലി വേറൊരുത്തൻ കല്യാണം കഴിച്ച് പിന്നെ അവനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇയാളെ കെട്ടുക, ഇങ്ങനെയൊക്കെയുള്ള പ്രാകൃതമായ ഏർപ്പാട് ശരിയാണോ? ഇതൊക്കെ അവസാനിപ്പിക്കേണ്ടതല്ലേ? ഇതൊന്നും നടക്കുന്നില്ല എന്ന് പറയുന്ന മുസ്ലിങ്ങളുണ്ട്. ഇങ്ങനെയൊന്നും സംഭവിക്കാറില്ലെങ്കിൽ പിന്നെ അത് എഴുതി വെച്ച് നിയമമാക്കുന്നത്. ഏതായാലും സംഭവിക്കുന്നില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് ദോഷമൊന്നും വരുന്നില്ലല്ലോ. ഇതാണ് ഏകീകൃത സിവിൽ കോഡ്. വാസ്തവത്തിൽ ഇത് ഏകീകൃത കുടുംബ നിയമം, യൂണിഫോം ഫാമിലി ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുപാട് പേരുടെ ബഹളം അവസാനിക്കും. വെറുതെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്, അമ്പലത്തിലെ ആചാരങ്ങളിൽ കൈകടത്തും, അങ്ങനെയൊന്നും ചെയ്യില്ല. അതല്ല ഏകീകൃത സിവിൽ കോഡ്. ഇതിൻ്റെ ഒരു ദുരിതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സർക്കാരും ഇതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് പുറത്ത് വിടുന്നുമില്ല. ഈ ഡ്രാഫ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ കലാപം ശമിക്കും. ഡ്രാഫ്റ്റ് കാണുമ്പോൾ ആൾക്കാർ ഇത്രയേ ഉള്ളൂ, പേടിച്ചു പോയല്ലോ എന്ന് ഉള്ള രീതിയിൽ പ്രതികരിക്കും. അത് സർക്കാരുകളും ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരു ഡ്രാഫ്റ്റ് പുറത്തു വന്ന് അതിൽ ചർച്ച നടക്കട്ടെ, അതിൽ കുഴപ്പമില്ലല്ലോ. എല്ലാവരും ചർച്ച ചെയ്യട്ടെ, ഈ ഡ്രാഫ്റ്റിൽ ഇന്ന കുഴപ്പങ്ങളുണ്ട്, ശരി, എന്നാൽ അത് മാറ്റാം എന്ന് പറഞ്ഞിട്ട്
സർവ്വസമ്മതിയോടുകൂടി ഭാരതമൊട്ടാകെ ഒരു ഏകീകൃത കുടുംബ നിയമം വരണം. അതാണ് അഭികാമ്യം. കാരണം ഇപ്പോൾ ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, ആസാം ഇത് ചെയ്യുന്നു. ഗുജറാത്തിലുള്ള ഒരാൾ ഗുജറാത്തി നിയമം അനുസരിച്ച് കല്യാണം കഴിച്ചു പിടിച്ചു കുറേ കാലം കഴിഞ്ഞപ്പോൾ അയാളുടെ തലമുറയിൽപ്പെട്ടവരോ ഇവർ പോയി ഉത്തരാഖണ്ഡിൽ താമസിക്കുന്നു. അപ്പോൾ എന്തു ചെയ്യും? അവിടുത്തെ നിയമമല്ലേ. അപ്പോൾ നേരത്തെ ചെയ്തത് റദ്ദാക്കണം. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും ഈ സംസ്ഥാനങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇത് ചെയ്താൽ. അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ ഒരേപോലെയുള്ള ബില്ല് പാസ്സാക്കണം. അതാണോ ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഈ ബില്ലിൻ്റെ ഒന്നും ഡ്രാഫ്റ്റ് പുറത്ത് വന്നിട്ടില്ല. ഈ കൺഫ്യൂഷൻ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്, ഈ തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഈ ബഹളം മുഴുവൻ നടക്കുന്നത്. ഈ പറഞ്ഞ മാതിരി യാതൊരു അപകടവും ഏകീകൃത സിവിൽ കോഡ് കൊണ്ടില്ല. ഏകീകൃത സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ ഏകീകൃത വ്യക്തി നിയമം അഥവാ കുടുംബ നിയമം മാത്രമാണ്. അത് ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ പ്രാർത്ഥനയിലോ ആരാധനയിലോ ഒന്നും കടന്നു കയറുന്ന ഒരു നിയമമല്ല. ഇതിനെപ്പറ്റി ധാരാളം ചർച്ചകൾ, പേപ്പറുകൾ, പുസ്തകങ്ങൾ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ എല്ലാവർക്കും നന്നായിരിക്കും. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.